തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ ഇഹാന് എന്താണ് സംഭവിച്ചത്? ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞു കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ചില സംശയങ്ങൾ. ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഏക മകൻ ഇഹാന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുട്ടിയുടെ അമ്മയുടെ കുടുംബം രംഗത്തെത്തി. കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ദേഹത്ത് പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. കുട്ടിയുടെ പിതാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകും. വെള്ളിയാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര കവളാംകുളം ഐക്കരവിള വീട്ടിലാണ് ഷിജിലും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്നത്. കടയിൽ നിന്ന് ഷിജിൽ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയയാണ് കുഞ്ഞിന് നൽകിയത്. ബിസ്ക്കറ്റ് ഉള്ളിൽ ചെന്നതിന് പിന്നാലെ കുഞ്ഞു കുഴഞ്ഞു വീണു. വായിൽ നിന്ന് കഫം പുറത്തു വന്നെന്നും ശരീരം തണുത്ത് ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസം വന്നതായും കൃഷ്ണപ്രിയയുടെ മൊഴിയിൽ പറയുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു. ഷിജിലും കൃഷ്ണപ്രിയയും അസ്വാരസ്യങ്ങൾ കാരണം ഒരുമിച്ചായിരുന്നില്ല താമസം. 1 മാസത്തിനു മുൻപാണ് കൃഷ്ണപ്രിയയും കുട്ടിയെയും ഷിജിൽ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ വെച്ച് കൃഷ്ണപ്രിയയ്ക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്നതടക്കം കുടുംബം ആരോപിക്കുന്നു. ഉപദ്രവിക്കുന്ന എപ്പോഴും ഇവിടുന്ന് ചെന്നതിന് ശേഷം ഈ കൊച്ചിന് അവിടെ ഒരു മോനുണ്ട്, അവിടെ സഹോദരിക്കൊരു മോനുണ്ട്, അവളും അവിടെയാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 47 ദിവസത്തിനകത്തുള്ള കൊച്ചിൻ്റെ ഒരു ബന്ധം അച്ഛനുള്ളൂ. അതുവരെ ഇവിടെയാണല്ലോ. 1 വയസ്സ് വരെ ഒരു മരുന്ന് പോലും വാങ്ങാതെ അത്രയും കെയറിൽ നോക്കിയതാണ് ഞങ്ങൾ. അത് ഇതിനകത്തിട്ട് അവർക്ക് തടസ്സം ഉറങ്ങാൻ പറ്റണില്ല. ഇതാണ് ഇങ്ങനെയൊക്കെയാണ് പറയണത്. വേറെ അവളെപ്പോഴും അവളെ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി വള്ളി പോലെ കൈയെല്ലാം ഇവിടുന്ന് കറുത്ത് അവളെ ശരീരമെല്ലാം ബാക്ക് ഫ്രണ്ടുമൊക്കെ ഇങ്ങനെ അള്ള പോലെ ഒരു കൊതുമ്പ് കീറി വെച്ച പോലെയാണ് അവളെ നിൽക്കുന്നത്. അവളെ കാണുമ്പോഴും മൊത്തത്തിന് മനസ്സിലാവും. ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ ശരീരത്തിലെ പരിക്കേറ്റ പാടുകളെപ്പറ്റി രക്ഷിതാക്കളോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കുട്ടിയുടെ പിതാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം ഫലം വന്നാൽ മാത്രമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. വീട്ടിലടക്കം ഫോറൻസിക് പരിശോധന നടത്താൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.